ഉണ്ണികൃഷ്ണൻ ഈ പറഞ്ഞ ആരോപണം ഞാൻ എവിടെയെങ്കിലും ഈ ഫെഫ്കയിലെ മുഴുവൻ ടെക്നീഷ്യന്മാരും ലഹരിക്ക് അടിമയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് തെളിയിച്ചാൽ മതി, ഞാൻ രാജിവെക്കാം. അതല്ല, അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹിഡൻ അജണ്ട അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം ഞാൻ അങ്ങനെ പറയാത്തൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, ലഹരി എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ കുറച്ച് പേരുടെ ഇടയിലുണ്ട്. ടെക്നീഷ്യന്മാരാണ് 10,000-കണക്കിന് ആൾക്കാരുള്ളതുകൊണ്ട് പേഴ്സൻറ്റേജ് വരുമ്പോൾ ആ ഭാഗത്തുണ്ട്. അതല്ലാതെ ഫെഫ്കയിലെ മുഴുവൻ തൊഴിലാളികളെ മുൻനിർത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ നടത്തുന്ന ഈ ഒരു ശ്രമം വളരെ മോശമാണ്. എന്നോട് വ്യക്തിപരമായ ദേഷ്യം പുള്ളിക്ക് നേരത്തെ മുതലുണ്ട്. അത് പഠനകാലത്ത് മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. 1989 കോട്ടയം CMS കോളേജിൽ അദ്ദേഹത്തിൻ്റെ പാനലിൽ എൻ്റെ പാനൽ തോൽപ്പിച്ച മുതലുള്ള ഒരു പക്ഷേ എനിക്കങ്ങനെ ഇല്ല കേട്ടോ. എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്, ഞങ്ങൾ സഹപാഠികളാണ്. പക്ഷേ എന്നോട് വ്യക്തിപരമായി സൂക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രൊഡ്യൂസറെ വിളിച്ച് അവിടെ അദ്ദേഹം കൊണ്ടുപോയി ഞങ്ങളുടെ പ്രൊഡ്യൂസറെ അവിടെ കൊണ്ടിരുത്തിയതിന് ഞാൻ പ്രതികരിച്ചു. അത് സത്യമാണ്. ഞാൻ അതിനകത്ത് ഞാൻ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് അദ്ദേഹത്തിന് പുറകോട്ട് പോകേണ്ടി വന്നു. പ്രൊഡ്യൂസർ സ്വമേധ വന്നതാണെന്ന് പറയുന്നു. അദ്ദേഹം ഈ പരാതി പറയുന്നത് എന്താണ്, പ്രൊഡ്യൂസർ അസോസിയേഷൻ പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്ന് ഉണ്ണികൃഷ്ണനെ വ്യക്തമാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കാര്യം കാണാൻ വേണ്ടി അദ്ദേഹം പല ഇതിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തും. ഫെഫ്കയിലെ തൊഴിലാളികൾ 99.9% ആൾക്കാർക്കും അദ്ദേഹം തുടരണമെന്ന് ആഗ്രഹമുള്ള ആളല്ല. അപ്പോൾ ഞങ്ങൾ അതേക്കുറിച്ച് പറയുന്നില്ല, അത് അവരുടെ സംഘടനാ പ്രശ്നമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഏകാധിപതിയുടെ രീതികളുണ്ട്. അദ്ദേഹത്തെ പലർക്കും പേടിയാണ്. സത്യമാണ്, ഞങ്ങൾ ഫെഫ്കയിലെ മെമ്പേഴ്സ് ഞങ്ങളുടെ സുഹൃത്തുക്കളല്ലേ. അപ്പോൾ അതൊന്നുമല്ല, അദ്ദേഹം അവിടെ തുടരട്ടെ, അത് അവരുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങളുടെ സംഘടനയെ സ്ഥിരീകരിക്കാനും ഞങ്ങളുടെ സംഘടന ഇല്ലാതാക്കാനും അദ്ദേഹം നടത്തുന്ന ശ്രമം അത് ശരിയായ രീതിയല്ല. തെറ്റ് ചെയ്തെങ്കിലും ഞാൻ അത് ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്. തെറ്റ് ചെയ്യാതെ ഞങ്ങളുടെ സംഘടനയെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. അതിവിടെ നടപ്പില്ല, അത്രയേ ഉള്ളൂ.